ഇപ്പം സമയം രാത്രി 10 മണി. നിങ്ങൾ വിചാരിക്കും ഈ 10 മണിക്ക് എങ്ങോട്ടാണ് കുട്ടികളെ കൂട്ടി പോകുന്നതെന്നല്ലേ? ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ട് പഡ്ഡു കഴിക്കാൻ വേണ്ടി കൊതി വന്നിട്ട് പോവാട്ടോ. കുറേ ദിവസമായി ഞങ്ങൾ പറയണു. എന്തായാലും ഞങ്ങൾ ഇന്ന് പോകാൻ തീരുമാനിച്ചു. പഡ്ഡു എന്താണെന്നായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത്. കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ പഡ്ഡു എന്ന് പറഞ്ഞ സാധനം. അതായത് ഇത് ഒരു സ്ട്രീറ്റ് ഫുഡാണ്. സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയാൻ പറ്റും. കാരണം കുറേ സ്ഥലങ്ങളിലുണ്ട്. വൈകുന്നേരമാണ് ഈ കട തുറക്കാറുള്ളൂ. പിന്നെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ബാംഗ്ലൂർ. ഇത് ഇന്ത്യയിൽ പലയിടത്തും പല പേരിൽ അറിയപ്പെടുന്നത്. നമ്മളിപ്പം പഡ്ഡു എന്ന് വിളിക്കും, പനിയാരെന്ന് പറയും, പിന്നെ ചില സ്ഥലത്ത് കുഴിപ്പനിയാരെന്ന് പറയും. അങ്ങനെ കണ്ടാൽ ശരിക്കും ഉണ്ണിയപ്പം പോലെ ഇരിക്കുന്നത് കേട്ടോ. പക്ഷേ ഇത് ഉണ്ണിയപ്പം അല്ല, ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് മധുരമല്ല, ഇത് നമ്മൾ ഈ ദോശമാവ് കൊണ്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. ദോശമാവിൻ്റെ അകത്ത് അവരെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഒരു നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോയെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ടാണ് ഞങ്ങൾ രാത്രി 10 മണിക്ക് അവിടെ കഴിക്കാൻ പോയത്. കണ്ട ആ ചേച്ചി അതിനകത്തോട്ട് ഇങ്ങനെ ഒഴിക്കുന്നു. പിന്നെ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ അതേ പ്രോസസ്സ് പോലെ തന്നെയാണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിടുന്നു. പക്ഷെ ഞാൻ കഴിച്ച ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഒന്നെങ്കിൽ പുളി ഉണ്ടായിരിക്കും, ആ മാവ് പുളിച്ചിട്ടുണ്ടായിരിക്കും, പുളി കുറച്ച് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം അതിങ്ങനെ അകം വെന്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് ഒരു രക്ഷയില്ല. എനിക്ക് പോയില്ലായിരുന്നെങ്കിൽ, അവൾ വിളിച്ചിട്ട് പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു മിസ്സിങ് ആയിട്ട് ഫീൽ ചെയ്തേനെ. നല്ല ടേസ്റ്റായിരുന്നു, നല്ല സോഫ്റ്റായിരുന്നു. ചമ്മന്തി സൂപ്പറായിരുന്നു കേട്ടോ. അത് രാത്രിയിൽ ഇപ്പം അത് 6 എണ്ണത്തിന് 50 രൂപയേ ഉള്ളൂ. പക്ഷേ നമ്മുടെ വയറ് ഫുള്ളായിട്ട് അങ്ങ് നിറയും. പിന്നെ നമ്മൾ വേറെ ഡിന്നറായിട്ട് വേറൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. 50 രൂപയ്ക്ക് നല്ല ലാഭമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം 10 മണി കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ വരുന്നത് ശരിക്കും. വൈകുന്നേരം തുടങ്ങി പിന്നെ 10 മണി വരെ. ഞങ്ങളുടെ കുട്ടികൾക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കട്ടൻ ചായയിൽ പോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ നൈറ്റ് ഡ്രൈവ് ഞങ്ങൾ എൻഡ് ചെയ്തു.